നമ്മുടെ ഓരോരുത്തരെയും വീടുകളിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന സംഭവമാണ് ഈ മുട്ടത്തോട് എന്നുള്ളത്. നമ്മളിത് വലിച്ചെറിയുക എന്നതിലുപരിയായിട്ട് മറ്റൊരു രീതിയിൽ നമ്മളിത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത ഈ മുട്ടത്തോടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും വേണ്ടിയാണ് ഇത് മാറ്റിയെടുക്കാൻ പോകട്ടെ. അപ്പോൾ ചെടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് ഈ മുട്ടത്തോടുകളെല്ലാം നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ കയ്യിലേ അത്യാവശ്യത്തിനുള്ളൊരു മുട്ടത്തോട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ ചെടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിലുള്ള മുട്ടത്തോടും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ്, ഈ മുട്ടത്തോട് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് എടുക്കാം. നമുക്കിത് ചെയ്യാനായിട്ട് മുട്ടത്തോട് വേണം. അപ്പോൾ ഞാനൊരു കവർ നിറച്ച് മുട്ടത്തോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ടത്തോട് ഓരോന്നായിട്ട് നമ്മൾ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് ഈ പാത്രം എടുത്തുള്ളത്. ഇത് ഹോളും കാര്യമുള്ള പാത്രമാണ്. അപ്പോൾ എന്തായാലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ കല്ലോ പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് മാറ്റിയെടുക്കുക കേട്ടോ. എന്തിനാ വെച്ചാൽ മിക്സിയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലോട്ടൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും ആ സമയത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്, ഡയറക്റ്റായിട്ട് പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യത്തിലുള്ള ആയിട്ടുണ്ട്. നമുക്കിത് കഴുകിയെടുക്കാം. നമ്മളിത് കഴുകിയെടുക്കുന്ന സമയത്ത് അതിൽ കല്ലോ പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. നമ്മൾ മിക്സിയിൽ എടുക്കുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ എന്തായാലും ഒഴിവാക്കിയതിന് ശേഷം നല്ല ഇതിനെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇളക്കി മറിച്ച് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. നമ്മുടെ കഴുകൽ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ തൊട്ടടുത്ത് വെയിൽ ഏത് ഭാഗത്തുള്ളത് ആ ഭാഗത്ത് കൊണ്ടുപോകാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. രാവിലെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വെയിൽ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തോടെ നമ്മൾ വെച്ചിരിക്കും. അപ്പോൾ വെയിൽ ഇങ്ങനെ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വരുന്നു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങത്തില്ല. അപ്പോൾ എന്തായാലും ഓരോ ഭാഗത്തോടെ നമുക്ക് നീക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കല്ലോ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒഴിവാക്കണം. അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മിക്സിയിലോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ നീക്കി ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് ഇതേപോലെ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു പാത്രം മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഇതേപോലത്തെ രണ്ടാമത്തെ പാത്രം നമുക്ക് നിറച്ചതിന് ശേഷം കഴുകി ഇവിടെ തന്നെ കൊടുത്തിടാനുള്ളതാണ്. അപ്പോൾ എന്താ നമുക്ക് രണ്ടാമത്തെ പാത്രം ഇനി നിറക്കാനായിട്ട് പോവാം. നമുക്കിനി ഇത് രണ്ടാമത് ചെയ്യാനും വേണ്ടി കണ്ട് നമ്മൾ കവർ ഫുള്ളായിട്ട് ഇതിനോട് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ വെച്ചുകൊണ്ടാക്കുമ്പോൾ കൈ വെച്ചിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ചെടികളുള്ളത് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറേ ചെടികളുണ്ടെങ്കിൽ കുറേ എടുക്കാം, പിന്നെ കുറച്ച് ചെടികളാണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴുകി എടുക്കണം. പിന്നെ ഇതിലുള്ള കല്ലോ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വേണം കേട്ടോ. അപ്പോൾ എന്തായാലും പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയതിന് ശേഷം നമുക്കൊന്ന് കഴുകി എടുക്കാം. അപ്പോൾ കഴുകി എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ല് പൊടിയൊക്കെ ഫുള്ളായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അരിച്ച് പൊറുക്കുന്നുണ്ട്. എവിടെയൊക്കെ കല്ലും മുട്ടയുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കാനും വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിനും വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജാറിലോട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ ജാറൊക്കെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഉണക്കാനും വേണ്ടിയാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചാക്കിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിൽ പിന്നെയും പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൽ വെള്ളം ഒന്ന് വറ്റിയെടുക്കാനും വേണ്ടിയാണ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെള്ളത്തോടെ ഇട്ട് കൊടുത്താൽ പിന്നെ അതിൽ വെള്ളം ആവുന്നതാണ്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒന്ന് ഒഴിവായതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം മുട്ടത്തോലൊന്നും യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ സാധാരണ വലിച്ചെറിയാതെ ഇങ്ങനെ മുട്ടത്തോല് ഇങ്ങനെ പാത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് എല്ലായിടത്തു നിന്നൊക്കെ സ്റ്റോർ ചെയ്ത് എല്ലായിടത്തു നിന്ന് ചോദിച്ചാണ് വാങ്ങിക്കൊടുന്ന മുട്ടത്തോലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഇത്രയും മുട്ടത്തോലൊക്കെ ഉള്ളത് കേട്ടോ. അല്ല നമ്മളിതൊന്നും യൂസ് ചെയ്തതല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വലിച്ചെറിയാതെ അതൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനും വേണ്ടിയാണ് നിങ്ങൾ വലിച്ചെറിയാതെ വെക്കുക. പിന്നെ അതേപോലെ അതൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലും ആയിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ രീതിയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലുള്ള കല്ലും പൊടിയൊക്കെ പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മിക്സിയിലോട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മിക്സിയിലോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം ജാറിലോട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഒരു ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടായിട്ട് ഇനി മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം മുട്ടത്തോലൊക്കെ 2 മണിക്കൂറോളം വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തോടുക്കുന്ന മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ എന്തായാലും ഉണങ്ങിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഉണങ്ങാനും വേണ്ടിയാണ് ഒന്ന് പരത്തി കൊടുത്താലൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കരുത്. പകുതിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ ഉണക്കാൻ വെച്ചത് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നുള്ളൂ. മുട്ടത്തോടും കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് എടുത്തില്ല, പകുതിയോടെ എടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റേത് നമ്മൾ അവിടെ തന്നെ ഉണക്കാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതും എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ മിക്സിയിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി കാണി വെച്ചതിന് ശേഷമാണ് മിക്സീൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മിക്സി കാണി ഒന്ന് ഓണാക്കി കൊടുക്കാം.
നമ്മളിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെൻറ്ററിലോട്ട് വരാൻ വേണ്ടിയാണ്ടാണ്. അപ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ ഏകദേശമൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടേത് ഏകദേശം ഇപ്പോൾ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊടിഞ്ഞ് കിട്ടിയപ്പോൾ അതിൻ്റെ സ്മെല്ല് ആണ് ചെമ്മീൻ പൊടിച്ചൊക്കെ ഒരു സ്മെല്ലാട്ടോ. അപ്പോൾ എന്തായാലും ഈ രീതിയാണ് വരുന്നത്. ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു സ്പൂണൊക്കെ വെച്ചുകൊണ്ട് ഇതിലുള്ള ഫുള്ളായിട്ട് നമുക്കൊന്ന് എടുക്കണം. അപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ബൗളിലോട്ടായിട്ട് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, നമുക്ക് 2 ട്രിപ്പ് മതിയാവും. 2 ട്രിപ്പ് അടിച്ചെടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലോട്ട് മതിയാവും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കണം ഞാൻ പറഞ്ഞില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര എത്ര ഷെല്ലാണ് ഉള്ളത് അത് വെച്ചുകൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചുകൊണ്ട് തട്ടി കൊടുക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ അടിച്ചെടുക്കുക വേണം. അപ്പോൾ നമ്മൾ ഇത് എന്നാൽ ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും അടിച്ചെടുക്കണം. അപ്പോൾ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അടിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും അത് അടിച്ച് എടുത്താൽ ഏകദേശം സെറ്റായി. ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതന്നെ മതിയാവും കേട്ടോ. നമ്മൾ മറ്റേത് ഇവിടെ ഉണക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഫുള്ളായിട്ട് നമുക്ക് വരുന്നില്ല, ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കവർ നിറച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ഇതൊക്കെ ഫുള്ള് വേണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഈ രീതിയിലാണ് വരുന്നത്. നമ്മൾ ബൗളിലോട്ട് വരുന്നപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെടികളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മൾ ചെടികളിലോട്ട് എടുത്തൊക്കെ പോയതിന് ശേഷം നമുക്ക് ചെടികളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെടികളുടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് ചെറിയ കുഴിയും കാര്യം കുത്തിയതിന് ശേഷം അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് സൈഡ് ഭാഗത്തോടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടല്ല, നമ്മൾ ഈ ഭാഗത്ത് കഴിഞ്ഞ ശേഷം മറ്റൊരു ഭാഗത്തോടെ നമുക്ക് വേറെ ചെടീൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തോടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് മുകളിലോട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഓവറായിട്ടൊന്നും അറിയില്ല, ഇതെങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചെടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ള മെച്ചം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വെറും മുട്ടത്തോല് മാത്രം ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ കുറേ കാലം അവിടെ കിടക്കും, വേറെ പ്രത്യേകിച്ച് മണ്ണിലോട്ട് അലിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് അലിയും. പിന്നെ അതേപോലെ തന്നെ വെള്ളവും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് അലിഞ്ഞാണ്ട് ചെടിക്ക് നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ കാണിക്കുന്നു മാത്രമേ, സാധാരണ ഇതൊക്കെ കൃഷി നിങ്ങളും ചെയ്യാറൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ മുന്നിൽ വെറും ഷോ ഓഫിന് മാത്രം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ചെടികൾക്ക് മുട്ടത്തോല് ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആയിട്ട് നമ്മൾ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സാധാരണ മുട്ടത്തോല് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ കാലം ചെടികളിലോട്ട് ഇങ്ങനെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയുണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിക്സിയിലൊക്കെ ഇട്ടുകൊണ്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആയി മാറുന്നതാണ്. പിന്നെ ഞാൻ സാധാരണയായിട്ട് ചെടികളൊന്നും നോക്കാറില്ല കേട്ടോ. പിന്നെ വീഡിയോക്ക് വേണ്ടിക്കാണ്ടല്ലേ എന്നുള്ളതിന് വേണ്ടിക്കാണ്ടാണ് ക്യാമറ ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഞാൻ സാധാരണയായിട്ട് ചെടികൾ നോക്കാറ് തന്നെ ഇല്ല. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആരെയും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ വേണ്ടി വീണ്ടും കാണുന്നതേക്കും ഗുഡ് ബൈ.